നമസ്കാരം. സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. ആളുകൾക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും സുരക്ഷിതമായ നിയമങ്ങൾ ഉണ്ടെങ്കിലും ഓരോ ദിവസവും നിരവധി കേസുകളാണ് വർദ്ധിച്ചു വരുന്നത്. സൈബർ കുറ്റകൃത്യങ്ങൾ കൂടാതെ മൊബൈൽ ഫോൺ മോഷണം, വ്യാജ സിം കാർഡുകൾ നിർമ്മിക്കൽ എന്നിവയും വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ കണ്ടുപിടിച്ചു പൂട്ടാൻ ഇന്ത്യൻ സർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒളിഞ്ഞും മറഞ്ഞുമിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, ഉപയോക്താക്കളെ ബോധവൽക്കരിക്കുക, സുരക്ഷകൾ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ആരംഭിച്ച ഒരു പൗര കേന്ദ്രീകൃത മൊബൈൽ ആപ്പും പോർട്ടലുമാണ് സഞ്ചാർ സാഥി. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും സൗജന്യമായി ആപ്പ് ലഭ്യമാണ്. ഇത് 2026 മാർച്ച് മുതൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതോ ഇറക്കുമതി ചെയ്യുന്നതോ ആയ എല്ലാ പുതിയ മൊബൈൽ ഹാൻഡ്സെറ്റുകളിലും ഇത് നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ നിലവിൽ ഇത് ഓപ്ഷണലാണ്. ഇത് സംബന്ധിച്ച് എല്ലാ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ടെലികോം വകുപ്പിന്റെ പ്രഖ്യാപനം വന്നതിനു പിന്നാലെ ഇതേ സംബന്ധിച്ച് നിരവധി ചർച്ചകളും ആശങ്കകളും ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച കേന്ദ്ര സർക്കാർ ടെലഗ്രാം, വാട്സപ്പ് പോലെയുള്ള ആപ്പുകൾക്ക് മേൽ ശക്തമായ നിയമം കൊണ്ടുവന്നിരുന്നു. സിം കാർഡ് ആക്റ്റീവ് അല്ലാത്ത മൊബൈലുകളിൽ ആപ്പുകൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചായിരുന്നു ഇത്. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം ആപ്പിൾ, സാംസങ്, ഗൂഗിൾ തുടങ്ങിയ വമ്പൻ കമ്പനികൾക്കെല്ലാം തന്നെ ബാധകമാണ്. IMEI കൈകാര്യം ചെയ്യുന്നതിലും കണക്ഷൻ ട്രാക്ക് ചെയ്യുന്നതിനും കോൾ ചെയ്യുന്ന ഫോണുകൾ അല്ലെങ്കിൽ അനധികൃത സിമ്മുകൾ പോലെയുള്ള തട്ടിപ്പുകൾ തടയുന്നതിനും ഇത് സെൻട്രൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്ററുമായി സംയോജിപ്പിച്ചിട്ടുണ്ട്. വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ പരിഹരിക്കുന്നതിനായി ആരംഭിച്ച ഈ ആപ്പിന് 1.4 കോടിയിലധികം ഡൗൺലോഡുകൾ നിലവിലുണ്ട്. കൂടാതെ ഉപയോക്താക്കൾക്ക് വിശാലമായ ആക്സസിബിലിറ്റിക്കായി ഹിന്ദിയും മറ്റ് 21 പ്രാദേശിക ഭാഷകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആപ്പിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. തട്ടിപ്പുകൾ തടയുക. SMS, വാട്സപ്പ് സന്ദേശങ്ങൾ, ഫിഷിംഗ് ലിങ്കുകൾ, സ്പാം എന്നിവ ഇതിലെ അഡ്വാൻസ്ഡ് ഫീച്ചർ ഉപയോഗിച്ച് തടയും. ഭീഷണികൾ അല്ലെങ്കിൽ തട്ടിപ്പുകൾ വഴി ആളുകൾക്ക് പണം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും. ഇത്തരം തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1930 എന്ന നമ്പറിൽ റിപ്പോർട്ട് ചെയ്യുക. അടുത്തത് വ്യാജ ഫോണുകൾ തടയുക എന്നതാണ്. എല്ലാ നെറ്റ്വർക്കിലും IMEI വഴി നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ ഫോണുകൾ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഒരേ IMEI നമ്പറിൽ ഒന്നിലധികം ഫോണുകൾ പ്രവർത്തിക്കുന്നത് സുരക്ഷാ ഭീഷണിയാണ്. ഇപ്രകാരം ചെയ്യുന്നത് ജാമ്യമില്ലാ കുറ്റമാണ്. അത്തരത്തിൽ 7 ലക്ഷത്തിലധികം ഉപകരണങ്ങൾ വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ 3.7 ദശലക്ഷം മോഷ്ടിക്കപ്പെട്ടതും നഷ്ടപ്പെട്ടു പോയതുമായവ ബ്ലോക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഐഡന്റിറ്റി മാനേജ്മെന്റ് ആണ്. അനധികൃത സിമ്മുകൾ കണ്ടെത്തുന്നതിന് നിങ്ങളുടെ പേരുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ കണക്ഷനുകൾ പരിശോധിക്കുകയും വ്യാജ ഉപകരണങ്ങൾ ഒഴിവാക്കാൻ പരിശോധനകൾ നടത്തുകയും ചെയ്യും. കൂടാതെ വാങ്ങുന്ന ഫോൺ ഒറിജിനൽ ആണോ വ്യാജനാണോ എന്ന് IMEI നമ്പറിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങളുടെ ആധാർ അല്ലെങ്കിൽ ID ഉപയോഗിച്ച് എത്ര സിം കാർഡുകൾ ആക്റ്റീവ് ആണെന്നറിയാൻ സാധിക്കും. ഇന്ത്യൻ നമ്പർ എന്ന് തോന്നിപ്പിക്കുന്ന അന്താരാഷ്ട്ര കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും ഇതുവഴി സാധിക്കും. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ സഞ്ചാർ സാത്തി .government.in സന്ദർശിക്കുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക. ഇവിടെ നിങ്ങൾക്ക് ഒരു OTP ലഭിക്കും. അത് തിരികെ നൽകി രജിസ്റ്റർ ചെയ്യുക. തുടർന്ന് തട്ടിപ്പുകൾ രജിസ്റ്റർ ചെയ്യുക. വീണ്ടെടുക്കപ്പെട്ട ഫോണുകൾ അൺബ്ലോക്ക് ചെയ്യുന്നതിന് അഭ്യർത്ഥന ID ഉപയോഗിക്കുക. ഇന്ത്യയിൽ 1.2 ബില്യൺ മൊബൈൽ ഉപയോക്താക്കൾ വ്യാപകമായ തട്ടിപ്പുകൾ, ആൾമാറാട്ടം, മോഷണം എന്നിവ നേരിടുന്നതിനാൽ ടെലികോം ദുരുപയോഗം തടയുന്നതിലൂടെയും നിയമപാലകരെ സഹായിക്കുന്നതിലൂടെയും സഞ്ചാർ സാത്തി സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. 2023 മെയ് മാസത്തിലാണ് കേന്ദ്ര സർക്കാർ സഞ്ചാർ സാത്തി പോർട്ടൽ ആരംഭിക്കുന്നത്. നവംബർ 28-നാണ് എല്ലാ ഫോണുകളും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. പുതിയ മൊബൈലുകളിൽ സർക്കാരിന്റെ സഞ്ചാർ സാത്തി ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രമുഖ സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് ഉത്തരവിൽ 90 ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട്. ഉപയോക്താക്കൾക്ക് ആപ്പ് പ്രവർത്തനരഹിതമാക്കാൻ കഴിയരുത് എന്ന വ്യവസ്ഥയും ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.